എന്റെ പേര് റബ്സി ലിസ. ഞാൻ +1 വിദ്യാർത്ഥിനിയാണ്. ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 30ാമത് ചരമദിനമാണ്. ഇന്ന് ജൂലൈ 5 അക്ഷരങ്ങളിലൂടെ വായനയുടെ സ്വർഗം സൃഷ്ടിച്ച ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ബഷീർ ജനിച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുമ്പോൾ വിശ്വവിഖ്യാതമായ നോവൽ. എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത കുശിനി പണിക്കാരനായ കഥാനായകൻ 24ാമത്തെ വയസ്സിൽ അയാളുടെ മൂക്ക് വളർന്ന് വായും താടിയും പിന്നിട്ട് താഴോട്ടിറങ്ങി. താരമൂല്യം അന്വേഷിക്കുന്ന കപടബുദ്ധിജീവികളെയും നവമാധ്യമ സംസ്കാരത്തെയും പരിഹസിക്കാൻ ബഷീർ ഈ മൂക്കിനെ ആയുധമാക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദങ്ങൾ നാഗരികതയുടെ പ്രത്യയശാസ്ത്രങ്ങളെയെല്ലാം ശിഥിലമാക്കുന്ന ജീവിതാവസ്ഥകളാണ് ശബ്ദങ്ങളിൽ മുഴങ്ങുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിട്ടികളുടെ സ്വർഗം എന്ന നോവൽ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ. ബഷീറിനെ പരിചയപ്പെടാം. എഴുതിയത് ഹന്നാജി. മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ബാല്യകാല സഖി. 1944 പുറത്തിറങ്ങിയ ബാല്യകാല സഖിയാണ് ബഷീറിന് മലയാള സാഹിത്യത്തിൽ പ്രതിഷ്ഠ നൽകിയത്. അദ്ദേഹത്തിന്റെ കൃതികൾക്കിടയിൽ ഏറ്റവും പ്രശസ്തമായ ഈ നോവലാണ് മലയാള സാഹിത്യത്തിൽ ആദ്യമായി മുസ്ലിം സാമൂഹ്യ ജീവിതം അവതരിപ്പിക്കുന്നത്. അയൽക്കാരായ മജീദിന്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാല സഖി. കഥാനായകനായ മജീദും നായിക സുഹറയും കണ്ടുമുട്ടുന്നത് അവർക്ക് യഥാക്രമം 9ഉം 7ഉം വയസ്സുള്ളപ്പോഴായിരുന്നു. ബാല്യകാലം തൊട്ട് അവർ സുഹൃത്തുക്കളായി വന്നു. അവന്റെ എല്ലാമായ പ്രിയപ്പെട്ട സുഹറ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രപഞ്ചം ശൂന്യമായതുപോലെ അവന് തോന്നി. അന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നതിനു മുൻപ് സുഹറ അവനോട് എന്തോ പറയുവാൻ തുടങ്ങിയിരുന്നു. പക്ഷെ മുഴുവിപ്പിക്കാൻ ബസിന്റെ ഹോൺ അനുവദിച്ചില്ല. തുടങ്ങിയത് ഉന്നതമായ ഭാവനയും വ്യത്യസ്തമായ ലോകാനുഭവവും സൂക്ഷ്മമായ മനുഷ്യ ഹൃദയജ്ഞാനവും ഈ കഥയിൽ സമന്വയിപ്പിക്കുന്നു. ബാല്യകാല സഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ്. വക്കിൽ രക്തം പൊട്ടി